ഇപ്പോൾ അവ്യക്തതയും ആശയക്കുഴപ്പവും ഇപ്പോഴും നീങ്ങുന്നില്ല. ഈ സുകുമാരക്കുറുപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള വിവരങ്ങളും പടവും എന്താണോ അതുപോലെ തന്നെയാണ് ഈ ദാമോദര മേനോന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കണ്ട കുടുംബത്തിനുള്ളത്. 30 വർഷം മുമ്പാണ് അവർ വന്നുപോയത്. ചെറുപ്പകാലത്തുള്ളൊരു പടമാണ് അവരുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ചെറുപ്പകാലത്തുള്ള പടം വെച്ചിട്ടാണ് ഈ പടം ദാമോദര മേനോന്റെ തന്നെയാണെന്ന് അത് പറയുന്നത്. തീരാത്തൊരവസ്ഥയാണ്. തീർച്ചയായും ഇതിനകത്ത് ദുരൂഹതകൾക്ക് മേൽ ദുരൂഹതകൾ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം സുകുമാരക്കുറുപ്പ് എവിടെ എന്ന ചോദ്യത്തിന് ഈ അന്വേഷണത്തിലും ഉത്തരം ഇല്ല എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പിൻ്റേത് എന്ന നിലയിൽ പുറത്തു വന്ന വിവരങ്ങൾ അദ്ദേഹത്തിൻ്റേത് അല്ല, തങ്ങളുടെ ബന്ധുവായ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ദാമോദര മേനോന്റെ ചിത്രമാണ് എന്നാണ് ബന്ധുക്കൾ അവകാശപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ പോലും അവർക്കും 30 വർഷം മുമ്പുള്ള ചില ചിത്രങ്ങൾ മാത്രമാണ്. അതിൽ നിന്നും അവരും എത്തിച്ചേരുന്ന ചില നിഗമനങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പുറത്തു വന്ന പാസ്പോർട്ടിന്റെ കോപ്പിയിൽ വളരെ കൃത്യമായി തന്നെ ദാമോദര മേനോൻ എന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വ്യക്തിയുടെ കാര്യത്തിലും ചില ദുരൂഹതകൾ ഉണ്ട്. ഏതാണ്ട് 40 വർഷം മുമ്പ് മലേഷ്യയിലേക്ക് പോകുന്നു. മലേഷ്യയിൽ നിന്നും പിന്നീട് ബ്രൂണയിൽ താമസമാക്കുന്നു. സ്വാഭാവികമായും ഒരു നാടുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. എന്തുകൊണ്ട് നാട് വിട്ടുപോയി എന്ന ചോദ്യത്തിന് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും നമുക്ക് വിശ്വസനീയം എന്ന് തോന്നാവുന്ന മറുപടികൾ ഇപ്പോഴും ഇല്ല എന്നുള്ളത് അടക്കം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ കഥാപാത്രവും ഇപ്പോഴും നമുക്ക് മുന്നിൽ ദുരൂഹമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ചില മാധ്യമങ്ങളിലൂടെയായിരുന്നു സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന ആൾ ബ്രൂണയിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ആ മാധ്യമങ്ങളോട് സംസാരിച്ച മലയാളിയായ ആൾ അത് സുകുമാരക്കുറുപ്പാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇന്നും പ്രതികരിച്ചത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദാമോദര മേനോനാണ് അത് എന്ന നിലയിൽ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശികൾ നടത്തുന്ന അവകാശവാദമാണോ ശരി, മറ്റ് ഏതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം എന്നത് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേസിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം അതുകൂടി പരിശോധിക്കും. ഇന്നലെ തന്നെ ബ്രൂണയിൽ നിന്നും പുറത്തു വന്ന വിവരങ്ങൾ തള്ളുന്ന ഒരു നിലപാടായിരുന്നു അന്വേഷണ സംഘം സ്വീകരിച്ചിരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ബ്രൂണോയിലുള്ള ഈ സുകുമാരക്കുറുപ്പ് എന്ന രീതിയിൽ ഇന്നലെ പുറത്തു വന്ന ചിത്രങ്ങളിലുള്ള ആൾ എന്ന നിലയിലും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ സംഘമാവട്ടെ അക്കാര്യത്തിൽ അവർക്കൊരു സ്ഥിരീകരണവുമില്ല. വിവിധ ഘട്ടങ്ങളിലായി ഇത്തരം പരിശോധനകൾ നടത്തിയതാണ് സംസ്ഥാന പോലീസ്. അതായത് സുകുമാരക്കുറുപ്പിന്റെ ബന്ധുക്കളുമായി ആരൊക്കെയാണോ ബന്ധപ്പെടുന്നത് എന്ന അടക്കമുള്ള വിവിധ തലങ്ങളിലുള്ള പരിശോധന നടത്തുകയും അങ്ങനെ അതിലേക്ക് എത്തുന്ന ഒരു തുമ്പും കേരള പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇന്റർപോളിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് IG ഇന്റർപോളിന് കത്ത് നൽകേണ്ടതുണ്ട്. അത് ഇന്ത്യയിലെ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി CBI ആണ്. സ്വാഭാവികമായും CBI മുഖേന ഇങ്ങനെ ഒരു കത്ത് നൽകുകയും ഇപ്പോൾ ബ്രൂണയിൽ ദാമോദര മേനോൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് എന്ന നിലയിൽ പ്രചരിച്ച ആളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ഇന്റർപോളിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകണം. അപ്പോൾ മാത്രമാണ് ബ്രൂണയിലുള്ള ആൾ ആരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായാലും ടെസ്റ്റുകൾ തന്നെയാണ് ഇത് സുകുമാരക്കുറുപ്പ് കേസിൽ സംഭവിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 40 വർഷങ്ങളായി വിവിധ തരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പ് കാണാമറയത്ത് തന്നെ തുടരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കേണ്ടത്.